നമസ്കാരം. ഇക്കണോമിക്സിൻ്റെ ഈ എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ പ്രത്യേക സെഷനിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത് യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ നെറ്റ് JRF എക്സാമിനേഷന് വേണ്ടി അപേക്ഷ സമർപ്പിച്ച് ഓൾറെഡി അതിന് വേണ്ടിയിട്ട് തയ്യാറെടുത്ത് കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ചെറിയ ഹെൽപ്പ്, അല്ലെങ്കിൽ എൻ്റെ ഒരു എളിയ ശ്രമം അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ രീതിയിൽ ഈ സെഷനെ ഞാൻ കാണാൻ ആഗ്രഹിക്കുകയാണ്. ഏതായാലും UGC നെറ്റ് JRF എക്സാമിനേഷനെ കുറിച്ച് ഒന്ന് രണ്ട് വാക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിനെക്കുറിച്ച് ധാരണയില്ലാത്ത PG വിദ്യാർത്ഥികൾ ഒരുപക്ഷെ ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല. എങ്കിലും ഡിഗ്രി കഴിഞ്ഞ് PGക്ക് അഡ്മിഷൻ എടുക്കാനൊക്കെ താല്പര്യപ്പെടുന്നവർ കൂടി ഇത് ശ്രമിക്കുന്നത് നന്നായിരിക്കും. UGC നെറ്റ് JRF എക്സാമിനേഷൻ നിർബന്ധമാവുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രസക്തി വർദ്ധിക്കാൻ പോവുകയാണ്. ഇന്ത്യയിലെ ഏത് യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും അസിസ്റ്റൻ്റ് പ്രൊഫസർമാരായി നിയമനം ലഭിക്കുന്നതിന് നിർബന്ധമായും ക്വാളിഫൈ ചെയ്തിരിക്കേണ്ട ഒരു എക്സാമിനേഷനാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന UGC നെറ്റ് JRF എക്സാമിനേഷൻ. നെറ്റ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും അസിസ്റ്റൻ്റ് പ്രൊഫസർ ആയി നിയമനം ലഭിക്കുന്നതിനുള്ള യോഗ്യത നേടിക്കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അതിനോടൊപ്പം തന്നെ JRF കൂടി, ഉന്നത മാർക്ക് നേടുന്ന കുറച്ച് ആളുകൾക്ക് JRF കൂടി അവാർഡ് ചെയ്യപ്പെടുന്നതാണ്. JRF അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏത് യൂണിവേഴ്സിറ്റികളിലും JRFോടുകൂടി, ഫെലോഷിപ്പോടുകൂടി ഗവേഷണം നടത്തുന്നതിനുള്ള സൗകര്യം കൂടി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്കറിയാവുന്നതാണ്, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 2021 മുതൽ അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ട് യൂണിവേഴ്സിറ്റികളിൽ നിയമനം ലഭിക്കുന്നതിന് PhD നിർബന്ധമാവുകയാണ്. കോളേജുകളിൽ നെറ്റ് മതിയാകും. അപ്പോൾ നെറ്റിൻ്റെ പ്രസക്തി ഒന്നും കൂടി വർദ്ധിക്കാൻ പോവുകയാണ്. കാരണം ഇനി റിസർച്ചിന് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ നെറ്റ് നിർബന്ധമായും ക്വാളിഫൈ ചെയ്യേണ്ടതായിട്ട് വരും, 1-2 വർഷം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും, അതേപോലെ അധ്യാപന ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും തീർച്ചയായിട്ടും നെറ്റ് JRFനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതാണ്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് ഇന്ന് നെറ്റ് JRF എക്സാമിനേഷൻസ് നടത്തുന്നത്. ഇപ്പോൾ ഓൾറെഡി നോട്ടിഫൈ ചെയ്തു കഴിഞ്ഞു. 2020 ജൂണിലാണ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഷെഡ്യൂൾ വന്നിരിക്കുന്നത്. പക്ഷേ പ്രത്യേക സാഹചര്യത്തിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മളെല്ലാവരും ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട തീയതി 16 മാർച്ച് മുതൽ 16 ഏപ്രിൽ വരെ ആയിരുന്നു. അത് ആ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് മെയ് 16 വരെ അപേക്ഷ സമർപ്പിക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഇനിയും അപേക്ഷ സമർപ്പിക്കാനുള്ള അവസരമുണ്ട്. MA ചെയ്യുന്ന എല്ലാവരും ഈ എക്സാമിനേഷൻ എഴുതുക എന്നാണ് എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. ഫസ്റ്റ് സെമസ്റ്റർ, സെക്കൻഡ് സെമസ്റ്റർ, തേർഡ് സെമസ്റ്റർ, ഫോർത്ത് സെമസ്റ്റർ, ഏത് സെമസ്റ്റർ ആയിക്കോട്ടെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്, എഴുതാവുന്നതാണ്. ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 2 വർഷത്തിനകം നിങ്ങൾ ക്വാളിഫയിങ് എക്സാമിനേഷൻ മാർക്ക് കാണിച്ചാൽ മതിയാകും. ഇതിൻ്റെ ക്വാളിഫയിങ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് MA, അതായത് പോസ്റ്റ് ഗ്രാജുവേഷൻ വിത്ത് 55 മാർക്സ് ജനറൽ. ഇത് കരസ്ഥമാക്കിയ ആർക്കും നെറ്റ് എക്സാമിനേഷന് വേണ്ടിയിട്ട് എഴുതാവുന്നതാണ്. നെറ്റ് എക്സാമിനേഷന് വേണ്ടിയിട്ട് അപേക്ഷ എഴുതാവുന്നതാണ്. ഇനി ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്കും വേണമെങ്കിൽ എഴുതാം. 2 വർഷത്തിനകം ക്വാളിഫയിങ് എക്സാമിനേഷൻ പൂർത്തിയാക്കിയാൽ മതിയാകും, അതായത് MA പൂർത്തിയാക്കിയാൽ മതിയാകും 55% കൂടി. OBC, SC, ST, PWD, അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ തുടങ്ങിയ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് 50% മതി. അവരുടെ PG അല്ലെങ്കിൽ അവരുടെ MA കോഴ്സിന് 50% കരസ്ഥമാക്കി കഴിഞ്ഞാലും അവർക്ക് നെറ്റ് എക്സാമിനേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്, എഴുതാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, അപ്പിയർ ചെയ്യുന്ന ആളുകൾക്കും, അതായത് കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും, PG കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും എഴുതാവുന്നതാണ്. 2 വർഷത്തിനകം ക്വാളിഫയിങ് എക്സാമിനേഷൻ കംപ്ലീറ്റ് ചെയ്താൽ മതിയാകും, MA കംപ്ലീറ്റ് പൂർത്തിയാക്കിയാൽ മതിയാകും. അപ്പോൾ ഇതിൻ്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത കാര്യം ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. 2020 ജൂൺ മാസം നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന എക്സാം ജൂൺ മാസത്തിൽ അത് നടക്കാനുള്ള സാധ്യത കുറവാണ്.
കാരണം ഡേറ്റ് ഒരു മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇത് സംബന്ധിച്ച എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപേക്ഷ ഓൺലൈനായിട്ട് സമർപ്പിക്കണം. അതിന് നിങ്ങളുടെ കയ്യിൽ സ്കാൻഡ് ഫോട്ടോഗ്രാഫ് വേണം. അതേപോലെ തന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ സ്കാൻ ചെയ്തിട്ട് നിങ്ങൾ റെഡിയാക്കി വെക്കണം. ഇതെല്ലാം അപേക്ഷയോടുകൂടി ഓൺലൈൻ ആയിട്ട് മാത്രമേ അപേക്ഷ സമർപ്പിക്കാൻ പറ്റൂ. ജനറൽ കാൻഡിഡേറ്റ്സിന് 1000 രൂപയാണ് അപേക്ഷാ ഫീ. OBC നോൺ ക്രിമിലെയർ കാൻഡിഡേറ്റ്സിന് 500 രൂപയും SC/ST അതേപോലെ തന്നെ ട്രാൻസ്ജെൻഡർ തുടങ്ങിയ കമ്മ്യൂണിറ്റികൾക്ക് 250 രൂപയുമാണ് അപേക്ഷാ ഫീ. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയുന്നതാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് CBT എന്ന് നമ്മൾ പറയും. ഇപ്പോൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തിക്കൊണ്ടിരിക്കുന്നത്. സിലബസ് 2020 ജൂണിന് വേണ്ടിയിട്ട് സ്ലൈറ്റ്ലി ചേഞ്ച്ഡ് പുതിയ സിലബസാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് 2 പേപ്പറാണ്. ഒരു ജനറൽ പേപ്പർ ഫസ്റ്റ് എന്ന് പറയും. അതേപോലെ തന്നെ സബ്ജക്റ്റ് സ്പെസിഫിക്. നിങ്ങൾ ഏത് സബ്ജക്റ്റിലാണോ നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ആ സബ്ജക്റ്റ് ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ഒരു പേപ്പർ. അങ്ങനെ 2 പേപ്പറാണ് ഇതിനകത്ത് നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ളത്. 100 മാർക്കിനുള്ള എക്സാം എന്ന് പറയുന്നത് 50 ചോദ്യങ്ങളായിരിക്കും അതിനകത്ത് ഉണ്ടാകുക. അതേപോലെ തന്നെ 200 മാർക്കിനുള്ള ചോദ്യങ്ങളിൽ നിങ്ങളുടെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട പേപ്പറിൽ 100 ചോദ്യങ്ങളാണ് ഉണ്ടാകുക. ഓരോ ചോദ്യത്തിനും 2 മാർക്ക് വീതം, അങ്ങനെ 200 മാർക്ക്. മൊത്തം എക്സാമിനേഷൻ 3 മണിക്കൂറിനാണ്. ഫസ്റ്റ് പേപ്പറിനിടയിലും സെക്കൻഡ് പേപ്പറിനിടയിലും ബ്രേക്ക് ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ 100 മാർക്കിനുള്ള ഫസ്റ്റ് പേപ്പറിൻ്റെ എക്സാം കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് 200 മാർക്കിനുള്ള നിങ്ങളുടെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട സെക്കൻഡ് പേപ്പർ എക്സാം തുടങ്ങാവുന്നതാണ്. ഫസ്റ്റ് പേപ്പറുമായി ബന്ധപ്പെട്ട് ആണ് നമ്മൾ ആദ്യം ഇതിൻ്റെ കോച്ചിങ് ക്ലാസ്. ഒരു എളിയ ശ്രമം മാത്രമാണ്. നിങ്ങളുടെ പരിശ്രമം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ പരിശ്രമം തന്നെയാണ് ഏറ്റവും വലുത്. നിങ്ങൾ സ്വന്തമായ നിലക്ക് കൂടുതൽ വിശദമായി പരിശ്രമിക്കേണ്ടതാണ്. അതിലേക്ക് ഒരു ചെറിയ സഹായം എന്നുള്ള രീതിയിൽ മാത്രമാണ് എൻ്റെ ഈ ശ്രമം. അപ്പോൾ ഫസ്റ്റ് പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് പേപ്പറിൽ 10 യൂണിറ്റുകളാണുള്ളത്. നമ്മൾ ഈ സീരീസിൽ ഈ 10 യൂണിറ്റുകളും കവർ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് വളരെ കുറഞ്ഞ സമയം കൊണ്ട്. ഫസ്റ്റ് പേപ്പറിൻ്റെ തയ്യാറെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു കോച്ചിങ് സെഷനാണ് ഞാൻ ആദ്യം ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നത്. സമയമുണ്ടെങ്കിൽ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട, എൻ്റെ സബ്ജക്റ്റ് എക്കണോമിക്സ് ആയതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് പേപ്പറിനകത്ത് ആദ്യം തന്നെ നമുക്ക് 10 യൂണിറ്റ് ആണുള്ളത്. ഓരോ യൂണിറ്റിൽ നിന്നും 5 വീതം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. ഓരോ യൂണിറ്റിൽ നിന്നും ഫസ്റ്റ് പേപ്പറിൽ 10 യൂണിറ്റ് ആണുള്ളത്. ഓരോ യൂണിറ്റിൽ നിന്നും 5 ക്വസ്റ്റ്യൻസ്, അതായത് 10 മാർക്ക്. ഓരോ യൂണിറ്റും 10 മാർക്ക് വീതമാണ്. 10 യൂണിറ്റ് 10 മാർക്ക്, 100 മാർക്ക് ടോട്ടൽ. 10 × 10 100. ഈ രീതിയിലാണ് ഇതിൻ്റെ പാറ്റേൺ ഫോളോ ചെയ്യപ്പെടാൻ പോകുന്നത് പുതിയ എക്സാമിനേഷൻ പ്രകാരം, പുതിയ സിലബസ് പ്രകാരം. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡാണ്. സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡാണ്. തേർഡ് യൂണിറ്റ് കോംപ്രിഹെൻഷനാണ്. ഫോർത്ത് യൂണിറ്റ് കമ്മ്യൂണിക്കേഷനാണ്. ഫിഫ്ത്ത് യൂണിറ്റ് മാത്തമാറ്റിക്കൽ റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. 6th യൂണിറ്റ് ലോജിക്കൽ റീസണിങ്. 7th യൂണിറ്റ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ. 8th യൂണിറ്റ് ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. 9th യൂണിറ്റ് പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റ്. 10th യൂണിറ്റ് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഇങ്ങനെയാണ് ഇതിൻ്റെ യൂണിറ്റുകൾ വിന്യസിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഓരോ യൂണിറ്റിൽ നിന്നും 5 വീതം ചോദ്യങ്ങളാണ് ഉണ്ടാകുക, അതായത് 10 മാർക്കിന്. അങ്ങനെ മൊത്തം 100 മാർക്കിനാണ് ഫസ്റ്റ് പേപ്പർ എക്സാമിനേഷൻ നിങ്ങൾക്ക് എഴുതേണ്ടി വരിക. മൊത്തം 50 ചോദ്യങ്ങൾ, 50 × 2 100 മാർക്സ്. ഇതാണ് ഇതിൻ്റെ പാറ്റേൺ. ഇനി നമുക്ക് സിലബസ് വളരെ സ്പീഡിൽ ഒന്ന് പറഞ്ഞിട്ട് പോകാം. ഇതിൻ്റെ ഒന്നാമത്തെ യൂണിറ്റ് നമ്മൾ പറഞ്ഞു ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിനകത്ത് 1, 2, 3, 4, 5, 6 സബ് ടോപ്പിക്കുകളാണ് ഇതിനകത്തുള്ളത്. ഒന്നാമത്തെ സബ് ടോപ്പിക്ക് ടീച്ചിങ്. അതിനകത്ത് കൺസെപ്റ്റ് ഓഫ് ടീച്ചിങ്, അതേപോലെ തന്നെ
ടീച്ചിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ലെവൽസ് ഓഫ് ടീച്ചിങ്, മെമ്മറി ലെവൽ, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ, റിഫ്ലക്റ്റീവ് ലെവൽ, അങ്ങനെ വ്യത്യസ്ത ലെവൽസ് ഓഫ് ടീച്ചിങ്. അതേപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ബേസിക് റിക്വയർമെൻറ്റ്സ് റിലേറ്റഡ് വിത്ത് ടീച്ചിങ്. ഇതൊക്കെയാണ് ഇതിനകത്ത് ചർച്ച ചെയ്യാനുള്ളത്. അതായത് അധ്യാപനത്തെക്കുറിച്ച്, അധ്യാപനം എന്ന് പറയുന്ന അതിൻ്റെ കൺസെപ്റ്റ് എന്താണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, അതിൻ്റെ ലെവൽസ് ഓഫ് ടീച്ചിങ്, ക്യാരക്ടറിസ്റ്റിക്സ്, റിക്വയർമെൻറ്റ്സ് തുടങ്ങിയ കാര്യങ്ങൾ. ഒന്നാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ ടോപ്പിക്ക്. ഒന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ ടോപ്പിക്ക് ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് അത് കാര്യമായിട്ട് വരുന്നത് സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡോളസെൻസ് ആൻഡ് അഡൾട്ട് ലേണേഴ്സ്, അത് അക്കാഡമിക് പരമായിട്ട് സോഷ്യൽ, ഇമോഷണൽ ആൻഡ് കൊഗ്നിറ്റീവ് ലെവലിൽ, അതേപോലെ തന്നെ ഇൻഡിവിജ്വൽ ഡിഫറൻസ്. ലേണേഴ്സ് തമ്മിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ടാകും. ചില ആളുകൾ സ്ലോ ലേണേഴ്സ് ആയിരിക്കും, ചില ആളുകൾ വളരെ ഫാസ്റ്റായിട്ട് ലേൺ ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഡിവിജ്വൽ ഡിഫറൻസുകളെ കുറിച്ച്, അതേപോലെ തന്നെ അവരുടെ റിക്വയർമെൻറ്റിനെ കുറിച്ച്, അവരുടെ ഡെവലപ്മെൻറ്റൽ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച്, ലേണർ റിക്വയർമെൻറ്റുകളെ കുറിച്ച്, ഇതൊക്കെയാണ് ഇതിനകത്ത്, ഈ പാർട്ടിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിനുശേഷം അടുത്ത ഭാഗം, അടുത്ത സബ് ടോപ്പിക് എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ടീച്ചിങ് റിലേറ്റഡ് ടു. അതിനകത്ത് വരുന്നത് ടീച്ചർ, ലേണർ, സപ്പോർട്ട് മെറ്റീരിയൽ, ഇൻസ്ട്രക്ഷണൽ ഫെസിലിറ്റീസ്, ലേണിംഗ് എൻവയോൺമെൻറ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് ടീച്ചിങ്ങിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ്, അത് ടീച്ചറുടെ ക്വാളിറ്റികൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ ലേണിംഗ് സ്റ്റൈലുകൾ, അതേപോലെ തന്നെ ലേണിംഗ് എൻവയോൺമെൻറ്റ്, ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മളുടെ ടീച്ചിങ്ങിനെ ബാധിക്കുന്ന, ടീച്ചിങ്ങുമായിട്ട് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് നമ്മൾ ചർച്ച ചെയ്യും. പിന്നീട് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ ലേണിംഗ്. അതിനകത്ത് കൃത്യമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ടീച്ചർ സെൻറ്റേർഡ് വേഴ്സസ് ലേണർ സെൻറ്റേർഡ് മെത്തേഡ്സ്, അതേപോലെ തന്നെ ഓഫ്ലൈൻ വേഴ്സസ് ഓൺലൈൻ മെത്തേഡ്സ്. ഇതൊക്കെയാണ് ഇതിനകത്ത് ടീച്ചിങ് മെത്തേഡ്സുകൾ, വ്യത്യസ്ത ടീച്ചിങ് മെത്തേഡ്, ടീച്ചിങ് സെൻറ്റേർഡ് മെത്തേഡുകളുമുണ്ട്, ലേണർ സെൻറ്റേർഡ് മെത്തേഡുകളുമുണ്ട്, അതേപോലെ തന്നെ ഓഫ്ലൈൻ മെത്തേഡുകളുമുണ്ട്, ഓൺലൈൻ മെത്തേഡുകളുമുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വിശദമായിട്ടുള്ള ചർച്ചയാണ് ഈ സബ് ടോപ്പിക്കിനകത്ത് നമ്മൾ ചെയ്യുക. അതിനുശേഷം അടുത്ത സബ് ടോപ്പിക്ക് ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റം. അതിനകത്ത് ട്രഡീഷണൽ, മോഡേൺ ആൻഡ് ICT ബേസ്ഡ്. ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റം ഒരു ടീച്ചറെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷണൽ സിസ്റ്റം, സപ്പോർട്ട് സിസ്റ്റം, ഇതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യാനുള്ളത്. അതിനകത്ത് ഒരുപാട് ട്രഡീഷണൽ ആയിട്ടുള്ള, മോഡേൺ ആയിട്ടുള്ള സപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ട്. നമ്മളുടെ സിമ്പിളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ബ്ലാക്ക് ബോർഡ് മുതൽ കമ്പ്യൂട്ടർ ബേസ്ഡ്, അതേപോലെ തന്നെ പവർ പോയിൻ്റ്, ഓവർഹെഡ് പ്രൊജക്ടേഴ്സ്, സ്ലൈഡ്സ്, ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ ഒരു അധ്യാപകൻ അധ്യാപന സമയത്ത് ഉപയോഗിക്കുന്നുണ്ട്. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിനെ എഫക്റ്റീവ് ആക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഈ സബ് ടോപ്പിക്കിൻ്റെ സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. അടുത്ത സബ് ടോപ്പിക് എന്ന് പറയുന്നത് ഇവാലുവേഷൻ സിസ്റ്റത്തെക്കുറിച്ചാണ്. അതിനകത്ത് എലമെൻറ്റ്സ് ആൻഡ് ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ ഇൻ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം ഇൻ ഹയർ എഡ്യൂക്കേഷൻ, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിംഗ്, ഇന്നോവേഷൻസ് ഇൻ ഇവാലുവേഷൻ സിസ്റ്റം. അപ്പോൾ ഇതിനകത്ത് ഇവാലുവേഷൻ സിസ്റ്റമാണ്. ടീച്ചിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് എത്രത്തോളം എഫക്റ്റീവായി എന്നുള്ളത് അറിയേണ്ടതായിട്ടുണ്ട്. അതിന് നമ്മൾ കുട്ടികളുടെ അച്ചീവ്മെൻറ്റിനെ ഇവാലുവേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സമ്മേറ്റീവായിട്ടോ അല്ലെങ്കിൽ ഫോർമേറ്റീവായിട്ടോ കണ്ടിന്യൂസ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഇവാലുവേഷനുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റുകളാണ് അതിനകത്ത് നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ളത്. ഏതെല്ലാം തരത്തിലുള്ള ടെസ്റ്റുകൾ, ഏതെല്ലാം തരത്തിലുള്ള ഇവാലുവേഷന്, നേരത്തെ പറഞ്ഞ പോലെ സമ്മേറ്റീവ്, ഫോർമേറ്റീവ് ഇവാലുവേഷൻസ്, അതേപോലെ തന്നെ ടെസ്റ്റുകൾ, ഡിഫറെൻറ്റ് ടെസ്റ്റുകൾ, ഇവാലുവേഷൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡുകൾ, ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത്. ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം, മോഡേൺ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഏത് തരത്തിലുള്ള ഇവാലുവേഷൻ സിസ്റ്റമാണ് ഉപയോഗിക്കാൻ പോകുന്നത്, അതേപോലെ തന്നെ ഓപ്പൺ ബുക്ക് സിസ്റ്റം, അങ്ങനെ ഒരുപാട് ഇവാലുവേഷൻ സിസ്റ്റത്തിൽ വന്ന മാറ്റങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിനകത്ത് നമ്മൾ ചർച്ച ചെയ്യും. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റിനകത്ത് ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഫസ്റ്റ് പേപ്പറിൻ്റെ ഫസ്റ്റ് യൂണിറ്റ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡാണ്. അപ്പോൾ അതിന് ടീച്ചറെ കുറിച്ചുള്ളത്, അതേപോലെ തന്നെ ടീച്ചിങ് മെത്തേഡുകളെ കുറിച്ച്,
ഇവാലുവേഷനെ കുറിച്ച്, ലേണറുടെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് ഒക്കെയാണ് ഇതിനകത്ത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. 6 സബ് ടോപ്പിക്കുകളാണ് അതിനകത്തുള്ളത്. ഏതായാലും 5 ക്വസ്റ്റ്യൻസാണ് അതിനകത്ത് നിന്ന് വരിക 10 മാർക്കിന്. ദെൻ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിനകത്ത് റിസർച്ച്, അതിൻ്റെ മീനിങ്, ടൈപ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, പോസിറ്റിവിസം, പോസ്റ്റ് പോസിറ്റിവിസ്റ്റിക് അപ്രോച്ച്, ഇതൊക്കെയാണ് ആദ്യത്തെ അതിൻ്റെ സബ് ടോപ്പിക്കിനകത്ത് അല്ലെങ്കിൽ സബ് യൂണിറ്റിനകത്ത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് സബ് യൂണിറ്റ് മെത്തേഡ്സ് ഓഫ് റിസർച്ച്, എക്സ്പെരിമെൻ്റൽ, ഡിസ്ക്രിപ്റ്റീവ്, ഹിസ്റ്റോറിക്കൽ, ക്വാളിറ്റേറ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ് തുടങ്ങിയ ഡിഫറെൻറ്റ് മെത്തേഡ്സുകളെ കുറിച്ചാണ് അതിനകത്ത് ചർച്ച ചെയ്യാനുള്ളത്. പിന്നെ സ്റ്റെപ്സ് ഓഫ് റിസർച്ച്, റിസർച്ചിൻ്റെ സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്നുള്ളത്. റിസർച്ച് നമുക്കറിയാവുന്നതാണ്, ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ്. വി ഹാവ് ടു ഫോളോ സർട്ടൻ സ്റ്റെപ്സ്. സോ what are the steps that we have to follow while conducting research? All these things will be discussed in that part. Then again, thesis and article writing, format and styles of referencing. അപ്പോൾ തീസീസ് നമ്മൾ തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. അത് എഴുതി തയ്യാറാക്കേണ്ട സംഗതിയാണ്, റിട്ടൺ ഡോക്യുമെൻ്റ് ആണ്. അപ്പോൾ അത് എങ്ങനെയാണ് എഴുതി തയ്യാറാക്കേണ്ടത്, അതിൻ്റെ ഫോർമാറ്റ് എന്താണ്, അതിൻ്റെ സ്റ്റൈൽ ഓഫ് റെഫറൻസിങ്, അതിൻ്റെ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ്, എവറിത്തിങ് വിൽ ബി ഡിസ്കസ്ഡ് ഇൻ ദാറ്റ് പാർട്ട്. ദെൻ അഗെയിൻ അപ്ലിക്കേഷൻ ഓഫ് ICT ഇൻ റിസർച്ച്. റിസർച്ചിനകത്ത് ICTയുടെ ഒരുപാട് യൂസ് വരുന്നുണ്ട്, നമുക്കറിയാവുന്നതാണ്. അത് റെഫറൻസിങ്ങിന് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ റിസർച്ച് റിവ്യൂ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനാണെന്നുണ്ടെങ്കിലും അതിൻ്റെ പ്രസൻറ്റേഷൻ ആണെന്നുണ്ടെങ്കിലും ഒരുപാട് മേഖലകളിൽ, അതേപോലെ തന്നെ അതിൻ്റെ ഡിസെമിനേഷൻ, റിസർച്ചിൻ്റെ ഡിസെമിനേഷൻ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്, അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട സംഗതികൾ ആ ഭാഗത്ത് ഡിസ്കസ് ചെയ്യും. റിസർച്ച് എത്തിക്സ്. റിസർച്ച് എത്തിക്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൂടിയുണ്ട്, നമുക്കറിയാവുന്നതാണ്. എത്തിക്സ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ഈച്ച് ആൻഡ് എവരി ഫീൽഡ്. ഇൻ റിസർച്ച് ആൾസോ എത്തിക്സ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. സോ നമ്മൾ ഡിഫറെൻറ്റ് സബ്ജക്റ്റുകളെയാണ് പഠനവിധേയമാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ സ്വകാര്യത, നമ്മൾ ശേഖരിക്കുന്ന ഇൻഫോർമേഷൻ്റെ റിലയബിലിറ്റി, അതിൻ്റെ പ്രൈവസി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ റിസർച്ച് എത്തിക്സ് ഭാഗത്താണ് ഇതൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ടാവുക. അപ്പോൾ അതും നമ്മൾ ഈ ഭാഗത്ത് ചർച്ച ചെയ്യും. അതായത് അതും യൂണിറ്റിൻ്റെ സെക്കൻഡ് യൂണിറ്റിൻ്റെ ഭാഗമാണ്. ഇതിനകത്ത് 1, 2, 3, 4, 5, 6 സബ് ടോപ്പിക്കുകളാണ് രണ്ടാമത്തെ യൂണിറ്റിനകത്തും ഉള്ളത്. ഈ ഭാഗത്ത് നിന്നും നമുക്ക് 5 ചോദ്യങ്ങളാണ് ഉണ്ടാവുക, നേരത്തെ പറഞ്ഞ പോലെ 10 മാർക്കിന്. ദെൻ അഗെയിൻ തേർഡ് യൂണിറ്റ് കോംപ്രിഹെൻഷനാണ്. എ പാസേജ് ഓഫ് ടെക്സ്റ്റ് ബി ഗിവൺ, ക്വസ്റ്റ്യൻസ് ബി ആസ്ക്ഡ് ഫ്രം ദാറ്റ് പാസേജ്. യു ഹാവ് ടു ആൻസർ ബൈ കെയർഫുള്ളി റീഡിങ് ദാറ്റ് പാസേജ്. സോ ദർ ഈസ് നോ സ്പെസിഫിക് syllabus for that. It is applied one, not a theoretical one. ആ മൂന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്ന അപ്ലൈഡ് വൺ ആണ്. ഒരു പാസേജ് തരും, ആ പാസേജ് കെയർഫുള്ളി വായിച്ചതിന് ശേഷം ചോദ്യങ്ങളുണ്ടാകും അതിൻ്റെ താഴെ. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുകയാണ് വേണ്ടത്. ആ ഭാഗത്ത് നിന്നും 5 ചോദ്യങ്ങൾ ഉണ്ടാകും 10 മാർക്കിന്. അപ്പോൾ അതും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. പ്രാക്ടിക്കൽ, തിയററ്റിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ. ഈ ഫസ്റ്റ് പേപ്പറിൻ്റെ സിലബസിനെ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം, തിയററ്റിക്കൽ, പ്രാക്ടിക്കൽ. അപ്പോൾ ആദ്യത്തെ 2 ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് തിയററ്റിക്കലാണ്. ഇപ്പോൾ മൂന്നാമത്തെ യൂണിറ്റ് പ്രാക്ടിക്കലാണ്. ദെൻ 4ാമത്തെ യൂണിറ്റ് കമ്മ്യൂണിക്കേഷൻ. അതിൻ്റെ മീനിങ്, ടൈപ്പ്, ക്യാരക്ടറിസ്റ്റിക്സ് 1ാമത്തെ സബ് യൂണിറ്റ്. 2ാമത്തെ സബ് യൂണിറ്റ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, വെർബൽ, നോൺ വെർബൽ, അതേപോലെ തന്നെ ഇൻ്റർ കൾച്ചറൽ ആൻഡ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻസ്, ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻസ്, ഇതൊക്കെ അതിനകത്ത് ചർച്ച ചെയ്യുന്നതാണ്. പിന്നെ ബാരിയർ ടു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, മാസ് മീഡിയ ആൻഡ് സൊസൈറ്റി, ഈ 2 സബ് ടോപ്പിക്കുകൾ കൂടി അതിനകത്ത് ചർച്ച ചെയ്യും. അങ്ങനെ 4 സബ് ടോപ്പിക്കുകളാണ് 4ാമത്തെ യൂണിറ്റിനകത്തുള്ളത്. ഈ യൂണിറ്റിൽ നിന്നും നേരത്തെ പറഞ്ഞ പോലെ 5 ചോദ്യങ്ങളുണ്ടാകും 10 മാർക്കിന്. ശേഷം 5ാമത്തെ യൂണിറ്റ് മാത്തമാറ്റിക്കൽ റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. ഇവിടെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ളത് ടൈപ്സ് ഓഫ് റീസണിങ് 1. 2ാമത്തെ സബ് യൂണിറ്റ് നമ്പർ സീരീസ്, ലെറ്റർ സീരീസ്, കോഡ്,
റിലേഷൻഷിപ്പ്, ഇതൊക്കെയാണ്. മൂന്നാമത്തെ സബ് യൂണിറ്റ് മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, അതായത് ഫ്രാക്ഷൻ, ടൈം, ഡിസ്റ്റൻസ്, റേഷ്യോ, പ്രൊപ്പോർഷൻ, പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ലോസ്, ഇൻട്രസ്റ്റ്, ഡിസ്കൗണ്ടിങ്, ആവറേജ് തുടങ്ങിയ സംഗതികളൊക്കെയാണ് ഇതിനകത്തുള്ളത്. പെർസെൻറ്റേജ് കാണാനും അതേപോലെ ഡിസ്റ്റൻസ്, റേഷ്യോ, പ്രൊപ്പോർഷൻ തുടങ്ങിയ സംഗതികളൊക്കെ, പ്രോഫിറ്റ് ലോസ് ഇതൊക്കെ കാണുന്ന, ഇൻട്രസ്റ്റ്, ഡിസ്കൗണ്ടിങ് റേറ്റ്സ് ഇതൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെയാണ് കാണേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഭാഗത്ത് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ്. അങ്ങനെ മാത്തമാറ്റിക്കൽ റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡിനകത്ത് 3 സബ് യൂണിറ്റുകളുണ്ട്. ഈ ഭാഗത്ത് നിന്നും നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5 ചോദ്യങ്ങൾ 10 മാർക്കിന്. അത് കഴിഞ്ഞ് 6ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ലോജിക്കൽ റീസണിങ് ആണ്. ലോജിക്കൽ റീസണിങ് നേരത്തെ പറഞ്ഞ പോലെ അപ്ലൈഡ് കൊണ്ടാണ്. ലോജിക്കൽ റീസണിങ്ങിനകത്ത് അണ്ടർസ്റ്റാൻഡിങ് ദ സ്ട്രക്ചർ ഓഫ് ആർഗ്യുമെൻറ്റ് ഫോംസ്, സ്ട്രക്ചർ ഓഫ് കാറ്റഗറിക്കൽ പ്രിപ്പോസിഷൻസ്, മൂഡ് ആൻഡ് ഫിഗർ, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഫാലസീസ്, യൂസസ് ഓഫ് ലാംഗ്വേജ്, കൊണോട്ടേഷൻസ് ആൻഡ് ഡിനോട്ടേഷൻസ് ഓഫ് ടേംസ്, ക്ലാസിക്കൽ സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ 1ാമത്തെ സബ് യൂണിറ്റിൽ വരും. 2ാമത്തെ സബ് യൂണിറ്റിൽ ഇവാലുവേറ്റിംഗ് ആൻഡ് ഡിസ്റ്റിങ്വിഷിംഗ് ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് റീസണിങ്, അതേപോലെ തന്നെ അനലോഗീസ് 3ാമത്തെ സബ് യൂണിറ്റിൽ. 4ാമത്തെ സബ് യൂണിറ്റിൽ വെൻ ഡയഗ്രം, സിമ്പിൾ ആൻഡ് മൾട്ടിപ്പിൾ യൂസ് ഫോർ ദ എസ്റ്റാബ്ലിഷിംഗ് വാലിഡിറ്റി ഓഫ് ആർഗ്യുമെൻറ്റ്സ്. വെൻ ഡയഗ്രത്തെക്കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെൻ ഡയഗ്രത്തെക്കുറിച്ച് ഇതിനകത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ ഇന്ത്യൻ ലോജിക്, മീൻസ് ഓഫ് നോളജ്, അതാണ് അടുത്ത സബ് യൂണിറ്റ്. ദെൻ പ്രമാണാസ്, പ്രത്യക്ഷ, അതായത് പെർസെപ്ഷൻ, അനുമാന, ഉപമാന, ശബ്ദ, അർത്ഥപ്പെട്ടി, ഇങ്ങനെ കുറേ പ്രമാണങ്ങളെക്കുറിച്ച്, അതായത് പെർസെപ്ഷൻ, ഇൻഫറൻസ്, കമ്പാരിസൺ, വെർബൽ ടെസ്റ്റിമണി, ഇംപ്ലിക്കേഷൻ, നോൺ അപ്രഹെൻഷൻ തുടങ്ങിയ ഒരുപാട് സംഗതികൾ പ്രമാണത്തിനകത്ത് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ സ്ട്രക്ചർ ആൻഡ് കൈൻഡ്സ് ഓഫ് അനുമാന, അതായത് ഇൻഫറൻസ്, വ്യാപ്തി, ഇൻവേരിയബിൾ റിലേഷൻ, അതേപോലെ തന്നെ ഹെറ്റബാസ്, ഫാലസീസ് ഓഫ് ഇൻഫറൻസസ്. സ്ട്രക്ചർ ആൻഡ് കൈൻഡ്സ് ഓഫ് അനുമാന, ഇതും അതിനകത്ത് ലോജിക്കൽ റീസണിങ്ങിനകത്ത് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതിനകത്ത് 6ാമത്തെ യൂണിറ്റ് 1, 2, 3, 4, 5, 6, 7 സബ് യൂണിറ്റുകൾ അതിനകത്തുണ്ട്. ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5 ചോദ്യങ്ങൾ 10 മാർക്കിന്. ദെൻ 7ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനാണ്. അതിനകത്ത് സോഴ്സസ്, അക്വിസിഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, അതായത് ബാർ ചാർട്ട്, ഹിസ്റ്റോഗ്രാം, പൈ ചാർട്ട്, ടേബിൾ ചാർട്ട്, ലൈൻ ചാർട്ട് തുടങ്ങിയ ചാർട്ടുകളെ കുറിച്ചൊക്കെ പഠിക്കണം. മാപ്പിംഗ് ഓഫ് ഡാറ്റ പഠിക്കാനുണ്ട് അതിനകത്ത്. പിന്നെ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനാണ്. ഇൻ്റർപ്രിട്ടേഷനുമായി ബന്ധപ്പെട്ട ടൂളുകൾ, ടെക്നിക്കുകളെല്ലാം പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ ഡാറ്റ ആൻഡ് ഗവേണൻസ്, ഇത്രയും സംഗതികളാണ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ യൂണിറ്റിൻ്റെ ഭാഗത്ത് പഠിക്കാനുള്ളത്. അത് കഴിഞ്ഞിട്ട് 8ാമത്തെ യൂണിറ്റ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. ജനറൽ അബ്രീവിയേഷൻ ആൻഡ് ടെർമിനോളജി, ICTയുമായി ബന്ധപ്പെട്ട അതൊക്കെയാണ് അതിനകത്ത് 1ാമത്തെ സബ് യൂണിറ്റിനകത്ത് പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ അതിനുശേഷം 2ാമതായിട്ട് വരുന്ന സബ് യൂണിറ്റ് ബേസിക്സ് ഓഫ് ഇൻ്റർനെറ്റ്, അതുപോലെ ഇൻട്രാനെറ്റ്, ഇമെയിൽ, ഓഡിയോ ആൻഡ് വീഡിയോ കോൺഫറൻസിങ്, ഇതിനെയൊക്കെ കുറിച്ചാണ്. 3ാമത്തെ സബ് യൂണിറ്റ് ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ മേഖലയിൽ ഉള്ള ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സിനെ കുറിച്ച് ചർച്ച ചെയ്യണം അതിനകത്ത്. അതേപോലെ ലാസ്റ്റ് സബ് യൂണിറ്റ് ICT ആൻഡ് ഗവേണൻസ്. അങ്ങനെ 4 സബ് യൂണിറ്റാണ് ഇതിനകത്തുള്ളത്. ഇവിടെയും 5 ചോദ്യങ്ങളാണ് ഉണ്ടാവുക 10 മാർക്കിന്. ദെൻ 9ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവിയോൺമെൻറ്റ്, മില്ലേനിയം ഡെവലപ്മെൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്, 1ാമത്തെ സബ് യൂണിറ്റ്. 2ാമത്തെ സബ് യൂണിറ്റ് ഹ്യൂമൻ ആൻഡ് എൻവിയോൺമെൻറ്റൽ ഇൻട്രാക്ഷൻ. അതിനകത്ത് ആന്ത്രോപോഗനിക് ആക്ടിവിറ്റീസ് ആൻഡ് ദെയർ ഇമ്പാക്ട്സ് ഓൺ എൻവിയോൺമെൻറ്റ്, ഇതാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ദെൻ 3ാമത്തെ സബ് യൂണിറ്റ് എൻവിയോൺമെൻറ്റൽ ഇഷ്യൂസ്,
ലോക്കൽ, റീജിയണൽ ആൻഡ് ഗ്ലോബൽ, എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ, നോയ്സ് പൊല്യൂഷൻ, വേസ്റ്റ്, സോളിഡ്, ലിക്വിഡ്, ബയോമെഡിക്കൽ, ഹസാർഡസ്, ഇലക്ട്രോണിക്സ്, ഇങ്ങനെയൊക്കെയുള്ള പൊല്യൂഷൻ, വ്യത്യസ്ത പൊല്യൂഷനുകളെ കുറിച്ച്, അതേപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഇറ്റ്സ് സോഷ്യോ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഡയമെൻഷൻസ്, ഇതൊക്കെയാണ് അതിൻ്റെ മൂന്നാമത്തെ സബ് യൂണിറ്റിനകത്ത്. നാലാമത്തെ സബ് യൂണിറ്റ് ഇമ്പാക്ട്സ് ഓഫ് പൊല്യൂട്ടൻസ് ഓൺ ഹ്യൂമൻ ഹെൽത്ത്. ദെൻ അഞ്ചാമത്തെ അതിൻ്റെ സബ് യൂണിറ്റ് നാച്ചുറൽ ആൻഡ് എനർജി റിസോഴ്സസ്, സോളാർ, വിൻഡ്, സോയിൽ, ഹൈഡ്രോ, ജിയോ തെർമൽ, ബയോമാസ്, ന്യൂക്ലിയർ ആൻഡ് ഫോറസ്റ്റ്, അങ്ങനെയുള്ള നാച്ചുറൽ ആൻഡ് എനർജി റിസോഴ്സുകളെ കുറിച്ച്. ദെൻ നാച്ചുറൽ ഹസാർഡ്സ് ആൻഡ് ഡിസാസ്റ്റേഴ്സ്, മിറ്റിഗേഷൻസ് സ്ട്രാറ്റജീസ്, ഇതാണ് വേറൊരു സബ് യൂണിറ്റ്. ലാസ്റ്റ് സബ് യൂണിറ്റ് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട്, ഡിഫറെൻറ്റ് ആക്ട്സ് we have to discuss in the National Action Plan on Climate Change, International Agreements, efforts, Montreal Protocol, Rio Summit, Convention on Biodiversity, Kyoto Protocol, Paris Agreement, International Solar Alliance, ഇതൊക്കെ അതിനകത്ത് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 1, 2, 3, 4, 5, 6, 7 സബ് യൂണിറ്റുകൾ അതിനകത്ത് ഉണ്ട്. ഇവിടെയും 5 ചോദ്യം 10 മാർക്ക്. ദെൻ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് അവസാന യൂണിറ്റ്. അതിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുള്ളത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ ലേണിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ ആൻഷ്യൻ്റ് ഇന്ത്യ, അതേപോലെ തന്നെ എവല്യൂഷൻ ഓഫ് ഹയർ ലേണിംഗ് ആൻഡ് റിസർച്ച് ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യ, ഓറിയൻ്റൽ കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ ലേണിംഗ് പ്രോഗ്രാംസ് ഇൻ ഇന്ത്യ, പ്രൊഫഷണൽ, ടെക്നിക്കൽ ആൻഡ് സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷൻ, വാല്യൂ എഡ്യൂക്കേഷൻ ആൻഡ് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ, പോളിസീസ്, ഗവേണൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, ഇങ്ങനെ 6 സബ് യൂണിറ്റുകൾ ഇതിനകത്തുണ്ട്. 6 സബ് യൂണിറ്റുകൾ വ്യത്യസ്തമായിട്ടുള്ള എഡ്യൂക്കേഷണൽ പോളിസികളും എഡ്യൂക്കേഷണൽ പ്രോഗ്രാമുകളും എഡ്യൂക്കേഷൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ളത്. അതിലും 5 ക്വസ്റ്റ്യൻസാണ് ഉണ്ടാവുക 10 മാർക്കിന്. ഇങ്ങനെ മൊത്തം 10 യൂണിറ്റുകളാണ് നമുക്ക് ഫസ്റ്റ് പേപ്പറിനകത്ത് പഠിക്കാനുള്ളത്. ഓരോ യൂണിറ്റും ഡിഫറെൻ്റ് ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ഓരോ യൂണിറ്റിനകത്തും ഡിഫറെൻറ്റ് സബ് യൂണിറ്റുകളുണ്ട്. എല്ലാ യൂണിറ്റുകളിലും 5 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക 10 മാർക്കിന്. അങ്ങനെ 100 മാർക്കിനുള്ള ഫസ്റ്റ് പേപ്പറിൻ്റെ ഡിസ്കഷനാണ് നമ്മൾ ആദ്യം ഇതിനകത്ത് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്, ഇതിനകത്തൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒന്നിന് പുറകെ ഒന്നായിട്ട് നമുക്ക് വിശദമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഒരു ചെറിയ മോട്ടിവേഷൻ തരിക, നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അതിലേക്ക് എൻ്റേതായിട്ടുള്ള ഒരു ചെറിയ സഹായം, എൻ്റെ ഒരു എളിയ ശ്രമം, അത്രയേ ഉള്ളൂ. ഇതിനകത്ത് വേറൊരു പ്രധാന സംഗതി കൂടി പറയാനുള്ളത്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക, നോ നെഗറ്റീവ് മാർക്കിംഗ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 50-50 ചാൻസ് ഉള്ള ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാവുന്നതാണ്. എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യുക. പരമാവധി നിങ്ങൾ അക്യുറസി വരുത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. അറ്റംപ്റ്റ് JRF ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കണം, അതിന് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കണം നമ്മൾ പരിശ്രമിക്കേണ്ടതും. അപ്പോൾ ഒരിക്കൽ കൂടി എനിക്ക് പറയാനുള്ളത്, അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 15 മെയ്. അതായത് ഇനിയും ഏകദേശം 10 ദിവസത്തിലധികം ഇനിയും ദിവസമുണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ. അപ്ലൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് 2 പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിനകത്ത് ഉള്ളത്. ഒന്ന്, നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ, ഒരു താല്പര്യം അതിൽ നിന്ന് വരും. 2, ഒന്നും കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് ഒരു പ്രവർത്തന പരിചയം കിട്ടും. ഒന്നും കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് എങ്ങനെയാണ് എക്സാമിൻ്റെ പാറ്റേൺ, എങ്ങനെയാണ് അതിൻ്റെ സ്വഭാവം, എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കും. അതായത് എക്സാം എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള ഒരു ചെറിയ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് എല്ലാവരും അപേക്ഷിക്കുക, പോയി എക്സാം എഴുതുക, പരിശ്രമിക്കുക. പെർസെവറൻസ് ഈസ് ദ കീ ടു സക്സസ്. വൺസ് അഗെയിൻ ദാറ്റ് ഐ ഹാവ് ടു സേ. നിങ്ങൾ പരിശ്രമിക്കുക. പരിശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയമുണ്ടാകും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. വി വിൽ സ്റ്റാർട്ട് സൂൺ ദ ഫസ്റ്റ് യൂണിറ്റ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും സമയം നമുക്ക് കളയാനില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യത്തെ യൂണിറ്റ് തുടങ്ങാൻ പോവുകയാണ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. അപ്പോൾ ഇതിനകത്ത് 6 സബ് യൂണിറ്റുകളുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ സബ് യൂണിറ്റ് ടീച്ചിങ് എന്ന് പറയുന്നതാണ്. കൺസെപ്റ്റ് ഓഫ് ടീച്ചിങ്,
അതേപോലെ തന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ലെവൽസ് ഓഫ് ടീച്ചിങ്, characteristics and basic requirement of teaching. All these things we have to discuss in this part. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ബോധപൂർവം അയാളുടെ വ്യവഹാരത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് എന്തെങ്കിലും അറിവുകൾ പകർന്നു നൽകുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിപുണതയെ, സ്കില്ലിനെ ഒന്നുകൂടി മെച്ചപ്പെടുത്തുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയോ ഒക്കെ ചെയ്യുന്നതിനാണ് നമ്മൾ ടീച്ചിങ് എന്ന് പറയാം. ടീച്ചിങ് ഈസ് ഇമ്പാർട്ടിങ് നോളജ് ഓർ ഗിവിങ് ഡയറക്ഷൻസ് ഓർ ഗിവിങ് ഇൻസ്ട്രക്ഷൻസ് ടു അനദർ ഇൻഡിവിജ്വൽ in order to change his behavior, aiming to impart knowledge and helping him to acquire skill and giving some information. ഇതിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുക, ടീച്ചിങ് എന്ന് ബേസിക്കലി പറയാം. ടീച്ചിങ്, അപ്പോൾ ടീച്ചിങ് എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷനാണ്. ഇൻസ്ട്രക്ഷൻ ഇൻ ക്ലാസ് റൂം, ഇൻസ്ട്രക്ഷൻ ടു ദ ലേണർ. So it is somewhat interaction between the teacher and the taught. ടീച്ചറും ടോട്ടും തമ്മിലുള്ള ഇൻസ്ട്രക്ഷനാണ്, ടീച്ചറും ടോട്ടും തമ്മിലുള്ള ഇൻ്റർപേഴ്സണൽ റിലേഷനാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. സോ ടീച്ചിങ് ഈസ് സംവാട്ട് റിലേറ്റഡ് വിത്ത് ലേണിംഗ്. ടീച്ചിങ് ആൻഡ് ലേണിംഗ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ്. ടീച്ചിങ്ങും ലേണിങ്ങും വളരെ ക്ലോസ് ആയിട്ട് റിലേറ്റഡ് ചെയ്തിരിക്കുന്ന സംഗതിയാണ്. ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്നതാണ്, റിലേറ്റീവ്ലി പെർമനൻറ്റ് ചേഞ്ചസ് ഇൻ ബിഹേവിയർ, ദാറ്റ് ഈസ് ലേണിംഗ്. നമ്മളുടെ സ്വഭാവത്തിൽ പെർമനൻ്റ് ആയിട്ടുള്ള ചേഞ്ചുകൾ വരുത്തുന്ന എന്തിനെ നമ്മൾ ലേണിംഗ് എന്ന് പറയും. പെർമനൻ്റ് ആയിട്ടുള്ള ചേഞ്ചുകൾ വരുത്തുന്ന ABCD നമുക്ക് വായിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, അത് നമുക്ക് ജീവിതകാലം നമുക്കത് വായിക്കാൻ അറിയുന്നുണ്ടെങ്കിൽ അത് ലേണിംഗ് ആണ്. റിലേറ്റീവ്ലി പെർമനൻറ്റ് ചേഞ്ചസ് ഇൻ ബിഹേവിയർ, ദാറ്റ് ഈസ് ലേണിംഗ്. അതിനാണ് നമ്മൾ ലേണിംഗ് എന്ന് പറയുക. അപ്പോൾ ടീച്ചിങ് ഈസ് ലേണിംഗ്, ടീച്ചിങ് ലീഡ്സ് ടു ലേണിംഗ്, അങ്ങനെ പറയുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അധ്യാപനം പഠനത്തിലേക്ക് നയിക്കും. ടീച്ചിങ് ലീഡ്സ് ടു ലേണിംഗ്. സോ ടീച്ചിങ് ആൻഡ് ലേണിംഗ് ആർ ക്ലോസ്ലി റിലേറ്റഡ്. രണ്ടും വളരെ അടുത്ത ബന്ധമാണ്, വളരെ അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു. ടീച്ചിങ് ഈസ് എ പാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ. ടീച്ചിങ് എഡ്യൂക്കേഷൻ്റെ പാർട്ടാണ്. എഡ്യൂക്കേഷനിൽ ടീച്ചിങ് ഇല്ലാതെ അല്ലെങ്കിൽ ടീച്ചിങ്ങിനെ മാറ്റി നിർത്തിയിട്ട് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് സാധ്യമല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരുപക്ഷെ ആധുനിക സമൂഹത്തിൽ ജീവിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ തോന്നുന്നുണ്ടാവും ടീച്ചിങ് ഇല്ലാതെയും എഡ്യൂക്കേഷൻ സാധ്യമാണെന്നുള്ളത്. അപ്പോൾ അത് ഡിബേറ്റബിളാണ്. അത് നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ നമുക്കതിനെക്കുറിച്ച് ഡിബേറ്റ് ചെയ്യാവുന്നതാണ്. ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ ഞാൻ പറയും, ടീച്ചിങ് ഹാസ് എ പിവറ്റൽ റോൾ ഇൻ എഡ്യൂക്കേഷൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇവിടെ വേറൊരു സംഗതി കൂടി വരുന്നുണ്ട്. വാട്ട് ഈസ് എഡ്യൂക്കേഷൻ? എഡ്യൂക്കേഷൻ്റെ ഒരു നിർവചനം നൽകേണ്ടതായിട്ടുണ്ട് ഇവിടെ. എഡ്യൂക്കേഷൻ പലതരത്തിലും പല ആളുകളും നിർവചിച്ചിട്ടുണ്ട്. ഒന്ന് രണ്ട് നിർവചനങ്ങൾ നമുക്ക് ഇതിനോടകം വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഒന്ന് നോക്കാം. സ്വാമി വിവേകാനന്ദൻ്റെ ഡെഫിനിഷൻ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഡെഫിനിഷനാണ്, എഡ്യൂക്കേഷൻ്റെ ഡെഫിനിഷൻ പറയുന്നത് നമുക്ക് ടീച്ചിങ്ങിൻ്റെ ഡെഫിനിഷനിലേക്ക് പോകണം. കാരണം എഡ്യൂക്കേഷനാണ് ഏറ്റവും ബ്രോഡായിട്ടുള്ളത്, ഏറ്റവും മുകളിൽ നിന്നാണ് നമ്മൾ താഴോട്ട് പോരുന്നത്. ടീച്ചിങ് ഈസ് എ പാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എഡ്യൂക്കേഷൻ എന്താണെന്ന് അറിഞ്ഞാലേ നമുക്ക് ടീച്ചിങ്ങിലേക്ക് കൂടുതൽ ആഴത്തിലേക്ക് പോകാൻ പറ്റും. വിവേകാനന്ദൻ എഡ്യൂക്കേഷനെ നിർവചിച്ചത് എഡ്യൂക്കേഷൻ ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ഡിവൈൻ പെർഫെക്ഷൻ എന്നാണ്. Education is the manifestation of divine perfection which is already existing in men. മനുഷ്യരിൽ അന്തർലീനമായിരിക്കുന്ന ഡിവൈൻ പെർഫെക്ഷനെ പരിപൂർണതയിലെത്തിക്കുന്ന ആ സംഗതിയെയാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ഡിവൈൻ പെർഫെക്ഷൻ വിച്ച് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഇൻ മെൻ എന്നാണ് വിവേകാനന്ദൻ പറഞ്ഞത്. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഡെഫിനിഷൻ മഹാത്മാഗാന്ധിയുടെ ഡെഫിനിഷനാണ്, നമ്മളുടെ രാഷ്ട്രപിതാവിൻ്റെ ഡെഫിനിഷൻ. അദ്ദേഹം പറഞ്ഞത് എഡ്യൂക്കേഷൻ ഈസ് ഓൾറൗണ്ട് ഡ്രോയിങ് ഔട്ട് ഓഫ് ദ ബെസ്റ്റ് ഇൻ ചൈൽഡ് ആൻഡ് മാൻ, ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. കുട്ടികളിലും മുതിർന്ന ആളിലും ഏറ്റവും നല്ലതിനെ വലിച്ചെടുക്കുന്ന പ്രക്രിയ, അതുവഴി അയാളുടെ ബോഡി, മൈൻഡ്, സ്പിരിറ്റിനെ സ്വാംശീകരിക്കുന്ന ആ പ്രക്രിയക്ക് പറയുന്ന പേരാണ് എഡ്യൂക്കേഷൻ.
ശരീരവും മനസ്സും ആത്മീയതയും സ്വാംശീകരിക്കുക, വികസിപ്പിക്കുക. ഡ്രോയിങ് ഔട്ട് ഓഫ് ദ ബെസ്റ്റ് എന്ന് പറഞ്ഞത്, ഏറ്റവും നല്ലതിനെ പുറത്തേക്ക് വലിച്ചെടുക്കുന്ന ആ പ്രക്രിയ, അതിന് പറയുന്ന പേരാണ് എഡ്യൂക്കേഷൻ. എം കെ ഗാന്ധി. ദെൻ അനദർ ഡെഫിനിഷൻ, വേറൊരു ഡെഫിനിഷനും കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ജോൺ ഡ്യൂയി, ഗ്രേറ്റ് ഫിലോസഫർ, അമേരിക്കൻ ഫിലോസഫർ, എഡ്യൂക്കേഷനിസ്റ്റ്. അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷൻ, അദ്ദേഹം നിർവചിച്ച എഡ്യൂക്കേഷൻ നിർവചിച്ചത് വേറൊരു തരത്തിലാണ്. അദ്ദേഹം പറഞ്ഞത് ഗ്രോത്ത് ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലൈഫ്. ഗ്രോത്ത് ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലൈഫ്. എഡ്യൂക്കേഷൻ ഈസ് ഫോർ ഗ്രോത്ത്. സോ എഡ്യൂക്കേഷൻ ഈസ് ലൈഫ് ഇറ്റ് സെൽഫ്. അങ്ങനെയാണ് അദ്ദേഹം എഡ്യൂക്കേഷനെ നിർവചിച്ചത്. അതായത് വളർച്ച എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. വിദ്യാഭ്യാസം വളർച്ചയ്ക്കുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം ജീവിതമാണ്, ജീവിതത്തോട് ഏറ്റവും ചേർന്നിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എഡ്യൂക്കേഷൻ ഈസ് ലൈഫ് ഇറ്റ് സെൽഫ്. ഗ്രോത്ത് ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലൈഫ്. എഡ്യൂക്കേഷൻ ഈസ് ഫോർ ഗ്രോത്ത്. സോ എഡ്യൂക്കേഷൻ ഈസ് ലൈഫ് ഇറ്റ് സെൽഫ്. ഈ 3 ഡെഫിനിഷനുമാണ് എഡ്യൂക്കേഷൻ്റെ ഡെഫിനിഷനായിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, എഡ്യൂക്കേഷൻ ഈസ് ദ ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ ബീയിങ്. ഒരു വ്യക്തിയുടെ മൊത്തത്തിലുള്ള വികാസത്തെ നമുക്ക് എഡ്യൂക്കേഷൻ എന്ന് പറയാം. ആ എഡ്യൂക്കേഷൻ്റെ ഒരു പാർട്ടാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. ടീച്ചിങ് എന്ന് പറയുന്നത് ഗിവിങ് ഇൻസ്ട്രക്ഷൻ ടു സംവൺ ബൈ സംവൺ ടു മേക്ക് ഹിം ലേൺ, ടു ഗീവ് ഹിം സം ഇൻഫർമേഷൻ, to guide him, to train him, to demonstrate him, sometimes to give some remedies to him. So all these as known as teaching. ഇതിനെല്ലാം നമുക്ക് ടീച്ചിങ് എന്ന് പറയാം. ടീച്ചിങ്, കൺസെപ്റ്റ് ഓഫ് ടീച്ചിങ്. ഈ ടീച്ചിങ്ങിനും ഒരുപാട് സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻസ് ഉണ്ട്. ടീച്ചിങ്ങിൻ്റെ കുറച്ചും കൂടി ബ്രോഡായിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് ഞാൻ പറഞ്ഞത്. ടീച്ചിങ്ങിനും ഒരുപാട് സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻസ് ഉണ്ട്. അതിൽ 1-2 ഡെഫിനിഷൻസ്, സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻസ് നമ്മൾ ഒന്ന് നോക്കാം വളരെ ഫാസ്റ്റായിട്ട്. ഇതിനകത്ത് ആദ്യത്തെ ഡെഫിനിഷൻ HC മോറിസൺ. അദ്ദേഹം നിർവചിച്ചത് ടീച്ചിങ് ഈസ് ആൻ ഇൻറ്റിമേറ്റ് കോണ്ടാക്റ്റ് ബിറ്റ്വീൻ ദ മോർ മെച്യൂർ പേഴ്സണാലിറ്റി ആൻഡ് എ ലെസ് മെച്യൂർ വൺ. മോറിസ് പറഞ്ഞത് ടീച്ചിങ് എന്ന് പറയുന്നത് ഇൻറ്റിമേറ്റ് റിലേഷൻ ബിറ്റ്വീൻ എ മോർ മെച്യൂർ പേഴ്സണാലിറ്റി ആൻഡ് എ ലെസ്സർ മെച്യൂർ വൺ. ഒരു കൂടുതൽ പക്വതയുള്ള ആളും കുറഞ്ഞ പക്വതയുള്ള ആളും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷന്, അതിനെയാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. HC മോറിസൻ്റെ അഭിപ്രായത്തിൽ ഇതാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. അടുത്ത ഡെഫിനിഷൻ നോക്കാം. ജാക്സൺ. ജാക്സൺ ഡിഫൈൻഡ് ടീച്ചിങ് ആസ് ടീച്ചിങ് ഈസ് എ ഫേസ് ടു ഫേസ് എൻകൗണ്ടേഴ്സ് ബിറ്റ്വീൻ 2 or more persons, one of whom intend to effect certain changes in the other participant. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷനാണ്, അല്ലെങ്കിൽ ഒരു എൻകൗണ്ടറാണ് ബിറ്റ്വീൻ 2 or more പേഴ്സൺസ്, വൺ ഓഫ് വും, അതിലൊരാൾ, അത് ടീച്ചറാവാനാണ് സാധ്യത. ഇൻറ്റൻഡ് ടു ഇഫക്റ്റ് സെർട്ടൻ ചേഞ്ചസ് ഇൻ ദ അതർ പാർട്ടിസിപ്പൻറ്റ്. അതർ പാർട്ടിസിപ്പൻ്റ് എന്ന് പറയുന്നത് ഇവിടെ സ്റ്റുഡൻസ്. അപ്പോൾ അവിടെയും പറയുന്നത് 2 വ്യക്തികൾ, അല്ലെങ്കിൽ 2 or 2-ലധികമോ വ്യക്തികൾ, അല്ലെങ്കിൽ ഒരാൾ മറ്റുള്ള വ്യക്തികളിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ട് നടത്തുന്ന എൻകൗണ്ടർ, അതിനാണ് ടീച്ചിങ് എന്ന് പറയുക. അടുത്ത നിർവചനം NL ഗാഗെ. അദ്ദേഹം നിർവചിച്ചത്, NL ഗാഗെ പറയുന്നത് ടീച്ചിങ് ഈസ് ഇൻ്റർപേഴ്സണൽ ഇൻഫ്ലുവൻസ് എയിംഡ് അറ്റ് ചേഞ്ചിങ് ദ ബിഹേവിയർ പൊട്ടൻഷ്യൽ ഓഫ് അനദർ പേഴ്സൺ. അപ്പോൾ NL ഗാഗയുടെ അടിസ്ഥാനത്തിൽ ടീച്ചിങ് എന്ന് പറയുന്ന ഒരു ഇൻ്റർപേഴ്സണൽ ഇൻഫ്ലുവൻസ് ആണ്. അതായത് ഒരു വ്യക്തി മറ്റു വ്യക്തികളിൽ ചെലുത്തുന്ന സ്വാധീനമാണ് എന്തിനു വേണ്ടിയിട്ട്, അവരുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള. ക്ലർക്ക് ഡിഫൈൻഡ് ടീച്ചിങ്. ടീച്ചിങ് റെഫേഴ്സ് ടു ആക്ടിവിറ്റീസ് ദാറ്റ് ആർ designed and performed to produce in students behavior. ക്ലർക്ക് പറഞ്ഞത് ടീച്ചിങ് റെഫേഴ്സ് ടു ആക്ടിവിറ്റീസ് ദാറ്റ് ആർ ഡിസൈൻഡ് ആൻഡ് പെർഫോംഡ് ടു പ്രൊഡ്യൂസ് ഇൻ സ്റ്റുഡൻസ് ബിഹേവിയർ. അപ്പോൾ ക്ലർക്ക് പറഞ്ഞ ഒരു ടീച്ചർ സ്റ്റുഡൻറ്റ് റിലേഷനുമായി ബന്ധപ്പെട്ടാണ്. ക്ലർക്കിൻ്റെ ഡെഫിനിഷൻ ഒരു ക്ലാസ് റൂം സെറ്റപ്പിലേക്കാണ് വന്നിട്ടുള്ളത്.
അപ്പോൾ ഇതൊക്കെയാണ് ടീച്ചിങ്ങിൻ്റെ ഡെഫിനിഷൻസ്. അപ്പോൾ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാവുന്നതാണ്. ടീച്ചിങ് ഈസ് എ ഡെലിബറേറ്റ് എഫേർട്ട് മെയ്ഡ് ബൈ വൺ ഇൻഡിവിജ്വൽ, ദാറ്റ് മേ ബി ദ ടീച്ചർ, ടു ബ്രിങ് ചേഞ്ചസ് ഇൻ ദ അതർ ഇൻഡിവിജ്വൽ, ദാറ്റ് മേ ബി ദ സ്റ്റുഡൻറ്റ്. Deliberately, the efforts taken by the teacher, deliberate efforts taken by the teacher, that efforts is collectively known as teaching. അതിനെ നമ്മൾ ടീച്ചിങ് എന്ന് പറയും. പഠിതാവിൽ ബോധപൂർവമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്നതാണ് എല്ലാ പ്രവർത്തനങ്ങളും. അതിനെ നമുക്ക് ടീച്ചിങ് എന്ന് പറയാം. അപ്പോൾ ഇന്ന് ഇത്രയും മതി. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ടീച്ചിങ്ങിൻ്റെ നേച്ചർ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ ഓബ്ജക്റ്റീവ്സ്, ഇത്രയും കാര്യങ്ങൾ ചർച്ച ചെയ്യാം.